ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രയേൽ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് റഷ്യയും ഉക്രൈനും തമ്മിൽ കനത്ത പോരാട്ടമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മാത്രം ഉക്രൈനിൻ്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ചുട്ടരിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും ടെലഗ്രാം പോസ്റ്റുകളിലുമെല്ലാം നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പറയേണ്ട ഒരു കാര്യം, ഈ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുമ്പോഴും ആക്രമണത്തിൻ്റെ മൂർച്ച അത്യധികം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ എന്നതാണ്. ഉക്രൈനു നേരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി റഷ്യ നടത്തിയത് എന്നാണ് ഉക്രൈൻ വ്യക്തമാക്കുന്നത്. ഉക്രൈനിലുടനീളം വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തിയ ഭീകര ആക്രമണമായിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിൻ്റെ നേർക്ക് റഷ്യ നടത്തിയത് 500-ലധികം വ്യോമാക്രമണങ്ങളാണ്. 477 ഡ്രോണുകളും ഡെക്കോയിഡുകളും 60 മിസൈലുകളുമാണ് ഞായറാഴ്ച രാത്രി മാത്രം ഉക്രൈന് നേർക്ക് റഷ്യ പ്രയോഗിച്ചത്. ഇതിൽ 475 എണ്ണവും നശിപ്പിച്ചതായി ഉക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നുണ്ടെങ്കിലും വ്യാപകമായ ആക്രമണത്തിൻ്റെയും നാശനഷ്ടങ്ങളുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വ്യക്തമല്ല എത്ര എണ്ണം എവിടെയൊക്കെ വീണു, എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭ്യമായി വരുന്നതേയുള്ളൂ. അതേസമയം റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന ഉക്രൈൻ്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ കനത്ത പ്രത്യാക്രമണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. യുക്രൈനിയൻ സൈനിക വ്യാവസായിക സമുച്ചയങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ആക്രമിച്ചതായും അവയെല്ലാം ലക്ഷ്യമിട്ടതായും 3 ഉക്രൈനിയൻ ഡ്രോണുകൾ തടഞ്ഞതായും റഷ്യൻ സൈന്യം ഇതേ തുടർന്ന് വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇത് എന്നാണ് ഉക്രൈൻ വ്യോമസേനയുടെ കമ്മ്യൂണിക്കേഷൻ മേധാവി യൂറി ഇഗ്നാത്ത് അസോസിയേറ്റഡ് പ്രസ്സിനോട് പറയുന്നത്. പടിഞ്ഞാറൻ ഉക്രൈൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ മുൻനിരയിൽ നിന്ന് വളരെ അകലെയുള്ള നിരവധി പ്രദേശങ്ങളെ ബോംബാക്രമണത്തിലൂടെ റഷ്യ ലക്ഷ്യം വിട്ടതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം റഷ്യക്ക് സമാധാന ശ്രമങ്ങളിൽ താല്പര്യമില്ലെന്നും ഒരു ഭാഗത്ത് ഇസ്താംബൂളിൽ സമാധാന ശ്രമങ്ങൾ തുടരുമ്പോഴും റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നുമാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നത്. പുടിൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ തെളിവാണ് ഈ ബോംബാക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വലിയ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ളിടത്തോളം കാലം മോസ്കോ ഈ യുദ്ധം നിർത്തില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം. ആക്രമണകാരിയുടെ മേൽ സമ്മർദ്ദം അതിനായി കൊണ്ടുവരണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സംരക്ഷണവും വേണം. ഉക്രൈൻ അതിൻ്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടേണ്ടതുണ്ട്. അതാണ് ജീവൻ സംരക്ഷിക്കുന്നത് എന്നും സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും ഏറ്റവും വലിയ യുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ ഉക്രൈൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം 114-ലധികം മിസൈലുകളും 1270-ലധികം ഡ്രോണുകളും ഏകദേശം 1100 ഗ്ലൈഡ് ബോംബുകളും ഉപയോഗിച്ച് റഷ്യ ഉക്രൈനെ ആക്രമിച്ചതായും സെലൻസ്കി പറഞ്ഞു. US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുവാനുള്ള ഉക്രൈൻ്റെ സന്നദ്ധതയും സെലൻസ്കി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ F-16 യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടതായി ഉക്രൈൻ സ്ഥിരീകരിക്കുന്നുണ്ട്. വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് പൈലറ്റ് നിരവധി റഷ്യൻ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതായും ഇതോടൊപ്പം യുക്രൈൻ അവകാശപ്പെട്ടു. ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈനിലെ പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. രാജ്യത്തുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ കീവിലെ നിവാസികൾ ബോംബ് ഷെൽട്ടറുകളിലും മെട്രോ സ്റ്റേഷനുകളിലും അഭയം തേടിയതായും ഉക്രൈൻ അറിയിച്ചു. അതേസമയം ഡ്രോൺ ആക്രമണത്തിൽ പടിഞ്ഞാറൻ ലിവിവ് മേഖലയിലെ ഡ്രഹോബിച്ച് നഗരത്തിലെ വ്യാവസായിക കേന്ദ്രങ്ങളിൽ വലിയ തീപിടുത്തം ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കീവ്, ലിവിവ്, പോൾട്ടാവ, മൈക്കോലേവ്, സിനി പ്രൊട്രേവ്സ്ക്, ചെർക്കാസി, ഇവാനോ ഫ്രാങ്കിവക്സ് മേഖലകളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വലിയ തോതിൽ തുടരുന്നതിനിടെ റഷ്യയുടെ ആക്രമണം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്താംബൂളിൽ റഷ്യൻ ഉക്രൈനിയൻ പ്രതിനിധികൾ തമ്മിൽ അടുത്തിടെ നടന്ന 2 ചർച്ചകളിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
റഷ്യ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് റഷ്യക്കിനിയും ഈ യുദ്ധം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. റഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ അമേരിക്കയുടെ പാശ്ചാത്യ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഭാഗം അത്ര വേഗം പൂർത്തീകരിക്കേണ്ടതും റഷ്യക്ക് സ്വതന്ത്രമായി കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം കൈവരേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഗതി മാറ്റുക എന്ന തന്ത്രത്തിലേക്ക് റഷ്യ അതിവേഗം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അത്രയും അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ വരും ഭാവിയിൽ വലിയ നഷ്ടക്കണക്കുകൾക്ക് വിധേയമാകേണ്ടി വരും. waytonikah.com, the exclusive Muslim matrimonial site.